മാസ്റ്റർ പ്ലാനാണ്. ആ മാസ്റ്റർ പ്ലാനിൻ്റെ തുടക്കമാണ് ഈ പൂരം കലക്കാനുള്ളതല്ല. ഇവിടെ ചിലർ പറഞ്ഞ് പൂരം കലക്കാൻ 16 മാസം മുമ്പ് RSS ജനറൽ സെക്രട്ടറിയെ കണ്ടത് ഞാൻ പറഞ്ഞേക്ക് നിങ്ങളുടെ റെക്കോർഡിലുണ്ട്. ഞാൻ പൂരം കലക്കാനൊന്നും പറഞ്ഞില്ല. പൂരം കലക്കാനല്ല ADGP കണ്ടത്. അദ്ദേഹം പോയി പറഞ്ഞത് നിങ്ങളെ ഇവിടുന്ന് ജയിപ്പിക്കാൻ ഞങ്ങൾ സഹായിക്കാം, ബാക്കി ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ തുടർച്ചയാണ് പിന്നീട് 1 കൊല്ലം കഴിഞ്ഞ് നടന്ന 1 കൊല്ലമല്ല 11 മാസം കഴിഞ്ഞ് നടന്ന പൂരത്തിൽ സഹായിക്കാനുള്ള ശ്രമമാണ്. അത്രയേ ഉള്ളൂ. ഈ സർക്കാർ ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ, അതായത് ഈ RSS നേതാക്കളെ കണ്ടതിൽ മുഖ്യമന്ത്രി നിലപാട് അല്ല, മുഖ്യമന്ത്രി ഇതുവരെ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. മുഖ്യമന്ത്രിക്ക് അറിയാലോ, മുഖ്യമന്ത്രിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. ഈ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം, വാദത്തിന് വേണ്ടി സമ്മതിക്കാം. മുഖ്യമന്ത്രി അറിയാതെ ഇയാൾ പോയി ഒറ്റയ്ക്ക് കണ്ടു. ഒരു തമ്മിൽ വല്ല അതിർത്തി തർക്കമോ ബിസിനസ് തർക്കമോ വല്ലതും ഉണ്ടാകുന്ന എനിക്കറിയില്ല, കണ്ടെന്ന് വിചാരിക്കാം വാദത്തിന് വേണ്ടി. പക്ഷെ പിറ്റേ ദിവസം രാവിലെ മുഖ്യമന്ത്രി ഓഫീസിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരുമല്ലോ. എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ ടേബിളിൽ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട്. ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു, ഞാൻ പറയുന്നു ആധികാരികമായി ഞാൻ പറയുന്നു, ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു. കാരണം തൃശ്ശൂർ ജില്ലയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ADGP ഇദ്ദേഹത്തെ കണ്ടത് റിപ്പോർട്ട് ചെയ്തിട്ട് മുഖ്യമന്ത്രി കണ്ടല്ലോ. മുഖ്യമന്ത്രി മെയ് മാസത്തിൽ തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കണ്ടു. അപ്പോൾ എന്താ നിസ്സാരമായിട്ട് എടുത്തു? അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഇത്രയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ 1 മണിക്കൂർ ചർച്ച നടത്തിയത് മുഖ്യമന്ത്രി നിസ്സാരമായിട്ട് എടുത്തെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റില്ല. കാരണം അനിരാജ വരെ ഉന്നയിച്ച ആക്ഷേപമാണ് കേരളത്തിലെ പോലീസിലേക്ക് RSS നുഴഞ്ഞുകയറ്റമുണ്ടെന്ന്. എന്നിട്ട് ഇത്രയും വലിയൊരു റിപ്പോർട്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ക്രമസമാധാനം നോക്കുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഈ RSS ജനറൽ സെക്രട്ടറിയെ കണ്ടെന്ന് മുഖ്യമന്ത്രി, ഞാനാ പറയുന്നത്, മുഖ്യമന്ത്രി വാദത്തിന് വേണ്ടി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാലും പിറ്റേ ദിവസം രാവിലെ കണ്ടു. ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് തൃശ്ശൂരിൽ നിന്ന് പോയി അവരുടെ ഇൻ്റലിജൻസ് ADGP വഴിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തുന്നത്. അദ്ദേഹം പിറ്റേ ദിവസം കണ്ടിട്ടുണ്ട്. ഞാനാ പറയുന്നത്. നിലമ്പൂർ MLA PV അൻവർ തുടർച്ചയായിട്ട് സർക്കാരിന് ഇടതുപക്ഷ MLA ആയിട്ടും പ്രതികൂട്ടിലാക്കുന്ന പ്രസ്താവനകൾ ഡെയിലി നടത്തുന്നുണ്ട്. ഈ അൻവറിന്റെ ഒരു പ്രസ്താവനകളോടുള്ള ഒരു നിലപാട് അല്ല, അദ്ദേഹത്തിന്റെ ഉന്നയിച്ച ആരോപണങ്ങളുടെ പകുതി ഇപ്പം അന്വേഷിക്കാനുള്ള പകുതി ഞാൻ അന്വേഷിക്കില്ല എന്നും പറയും മുഖ്യമന്ത്രി. എനിക്കത്താപ്പ അജിത് കുമാറിനെതിരെയുള്ളത് അന്വേഷിക്കാൻ വേണ്ടി അയാളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂടി വെച്ച് കൊടുത്തു. അയാൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാർ. നാളെ ഇവരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതേണ്ട ആൾ അജിത്ത്, അവരാണ് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. DGP അതിൻ്റെ മേൽത്തട്ടിലുണ്ട്. ബാക്കി ശശിയെക്കുറിച്ച് വീണ്ടും എഴുതി കൊടുത്തല്ലോ, ഭരണകക്ഷി MLA കൊടുത്തില്ലേ, അത് അന്വേഷിക്കില്ല. അത് മറ്റതിൽ വിശ്വാസമില്ല, ഇതിൽ വിശ്വാസമുണ്ടെന്ന്. ആ അന്വേഷണത്തിലൊക്കെ ഒരു പ്രസക്തിയില്ല. പൂരം കലക്കിയത് അന്വേഷിച്ച പോലെയാണ് ഈ അന്വേഷണങ്ങളല്ല. പൂരം കലക്കിയ അന്വേഷണം, ഞാനൊരു വാക്ക് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് പറയണം. ഞാനൊരു വാക്ക്, എന്തൊരു പ്രഹസനമാണ് മുഖ്യമന്ത്രി എന്നൊരു ചോദ്യം ചോദിച്ചു അന്വേഷണത്തെ പറ്റി. ഇന്നും ഞാൻ ആവർത്തിക്കുന്നു, എന്തൊരു പ്രഹസനമാണ്. സിനിമയിൽ വേറെന്താ പേരാ ചോദിക്കണം അല്ലേ, സജി എന്നത്. എന്തൊരു പ്രഹസനമാണ് മുഖ്യമന്ത്രി എന്നാണ് എനിക്ക് ചോദിക്കാറ്. സംശയം എന്താ ഇപ്പൊ ജനങ്ങളുടെ രോഷത്തിന് വിധേയമാണ്, പ്രതിരോധത്തിൽ നിൽക്കുകയാണ് സർക്കാരും പാർട്ടിയും, അവരുടെ പാർട്ടിയും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അന്വേഷണം. ഇതെന്താ അന്വേഷണം? അതെനിക്കറിയില്ല, അത് അവരുടെ ആഭ്യന്തരമായ കാര്യം. ഞാൻ സാധാരണ വലിയ ഇടപെടാത്ത ഒരാളാണ്. ഇടതുമുന്നണിയിലെ ആഭ്യന്തര കാര്യത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയും അങ്ങനെ നടത്തിയിട്ടില്ല. ഒരു ചർച്ചയും ഇത് സംബന്ധിച്ച് നടത്തിയിട്ടില്ല. ആരത് പറഞ്ഞാലും ഞാൻ ആധികാരികമായിട്ട് പറയാണ്, ഞാൻ UDF ചെയർമാനാണ്, പാർട്ടിയുടെ ബന്ധപ്പെട്ട ആളാണ്. ഞാനും KPCC പ്രസിഡന്റും, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ഒരു ചർച്ചയും ഞങ്ങളുടെ പാർട്ടിയിലോ ഞങ്ങളുടെ മുന്നണിയിലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ട് വരുമല്ലോ, എല്ലാം വരുമല്ലോ. മറ്റൊരു വിഷയമാണ് വിദേശ കേസിൽ അറസ്റ്റിലായിരിക്കും. അല്ല, ഞങ്ങൾ അന്ന് പറഞ്ഞല്ലോ, ഞാൻ രഞ്ജിത്തിൻ്റെ കേസ് വന്നപ്പോൾ പറഞ്ഞു രഞ്ജിത്ത് രാജിവെച്ച് ഒഴിയേണ്ടതാണ്, മുകേഷും രാജിവെച്ച് ഒഴിയേണ്ടതാണ്. ഗുരുതരമായ ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് CPM പോലത്തെ ഒരു പാർട്ടി, CPM നേരത്തെ തൊട്ട് തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് ആദ്യം പോലെ തന്നെ സ്വീകരിച്ചത്. ഒരാളെ മാത്രമല്ല, ഒരുപാട് ആളുകളെ. ഞാൻ ചെയ്തിട്ട് ആദ്യം പറഞ്ഞ ആരാ, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 കൊല്ലക്കാലം ഒളിച്ചു വെച്ചു ഈ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമല്ലേ.
ഇന്നലെ ആരാ പറഞ്ഞത് വീണ്ടും ഹൈക്കോടതി 4.5 വർഷക്കാലം പൊളിച്ചു വെച്ചു. ഞങ്ങൾ പറഞ്ഞ അതേ കാര്യം.